അപ്പോൾ നമ്മുടെ ഫ്ലോറൻസ് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റി നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഫ്ലോറൻസ് ഒന്ന് നടന്ന് കാണാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ബസ്സിൽ പോകണം. ബസ്സിൽ നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോകണം. നമ്മളിപ്പോൾ ഔട്ട് സൈഡിൽ നമ്മൾ ഇറങ്ങി കാർ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പോവാണ്. അതന്നെ ക്യാമറ പിടിക്കാവോ? വീഡിയോ സ്ട്രൈറ്റ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രാം കയറി പോകാനായിട്ട് നോക്കുന്നത്. ട്രാം കയറി സിറ്റി സെൻറ്ററിലേക്ക് പോകണം. ഫിറൻസെ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ഫിറൻസെ. നമ്മൾ ഫ്ലോറൻസ എന്ന് പറയും, ഒരു ഫിറൻസെ. നല്ല സിറ്റിയാണ്. ചെറിയൊരു ടവർ, പണ്ടുണ്ടാക്കിയാണ് ടവർ. പക്ഷേ ഒരുപാട് ഓൾഡ് സിറ്റി ആയിട്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഒത്തിരി, അതായത് 500-600 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒത്തിരി സിറ്റി, അങ്ങനെയുള്ള സിറ്റികളാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെ ആരും ഗ്രീൻ ലൈറ്റിന് വേണ്ടി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രാംസ് ഇതോ പോകുന്നുണ്ടോ, അപ്പോൾ അതിൽ ട്രാംസിൽ നമ്മൾ കയറണം. ഓക്കെ, പെട്ടെന്ന് ഓടിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാമിൻ്റെ സ്റ്റേഷനിൽ വന്നേക്കാണ്. ഇനി നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് വേണം നമ്മൾ പോകാൻ വേണ്ടി. ഒരു ട്രാം അവിടുന്ന് വരുന്നില്ല. നോക്കാം. ഇവിടെ നമ്മൾ ചോദിക്കണം എങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. ട്രാംസിൽ തന്നെ എടുക്കാൻ പറ്റുമല്ലോ നമ്മൾ ചോദിക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. നമ്മൾ ഇംഗ്ലീഷ് അയക്കണം, അർബൻ ടിക്കറ്റ്സ് എടുക്കണം. എത്ര ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അടിക്കണം. ഓക്കെ, അത് നമ്മൾ അടിക്കണം. കാർഡ് കൊടുക്കുന്നത് കാർഡ് അടിക്കണം. റെസിപ്റ്റ് നമുക്ക് വേണ്ട. നമ്മൾ കാർഡ് ഇവിടെ എല്ലായിടത്തും കോൺടാക്ട്ലെസ് പേ ഉണ്ട്. അപ്പോൾ അത്ര വലിയ പ്രശ്നം വരുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാം വരുന്നത്. ട്രാമിൽ കയറിയാണ് നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് പോകുന്നത്. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ വാലിഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ കത്തീഡ്രലിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇതാണ് കത്തീഡ്രലിൻ്റെ ഫ്രണ്ട്. സാന്റാ മറിയ കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. കത്തീഡ്രൽ എന്നാണ് പറയുന്നത്. വളരെ ഫേമസ് ആണ്. നമുക്ക് അകത്ത് കയറി ഭയങ്കര വലുതാണ്. ഭയങ്കരമായിട്ട് വലുതാണ്. നമ്മളതിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കാം. എന്താണ് അതിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. മെയിൻ എൻട്രൻസ് ഇതാണ്. എന്നെ ഒരു 3-4 പൊക്കത്തുള്ള ഡോറാണ്. മേളിൽ ആരുടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ അവിടെ സെൻറ്റ് പീറ്ററാണ് തോന്നിയിരിക്കുന്നത്. ഇവിടെ സെൻറ്റ് ജോൺസും. സെൻറ്റ് ജോൺസും സെൻറ്റ് പീറ്ററുമാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കിതിനകത്തോട്ട് കയറി നോക്കാം എങ്ങനെയാണെന്നേ. നമ്മൾ കത്തീഡ്രലിനകത്ത് കയറി. ഒരാൾക്ക് €7 നല്ല അടിപൊളി വലിയൊരു സംഭവമാണ്. വലിയൊരു കത്തീഡ്രലാണ്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഒരുപാട് ഫോട്ടോസ്, യേശുവിൻ്റെ ആ ഒരു ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഹിസ്റ്ററിയും എല്ലാം ഉണ്ട്. വലിയൊരു ക്രോസ് തൂക്കിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ക്രൂസിൽ തറച്ച ഒരു ഫോട്ടോസ് ഇവിടെയുണ്ട്.
അടിപൊളി, നല്ല സൂപ്പർ, നല്ല ഒരു ചർച്ച്. ഓക്കെ, ഇവിടെ ആരെയോ അടക്കിയിട്ടായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. ഓരോരുത്തരുടെ പേരുകളൊക്കെ ഉണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമാണെന്ന് അറിയത്തില്ല. ഉത്രിയാങ്ങ, ഫിത്യാങ്ങ അവിടം വരെ എഴുതി വെച്ചിട്ടുണ്ട്. കൺഫേം ചെയ്തു, ഇതെല്ലാം ഓരോരുത്തരുടെയും ശവകുടീരമാണ് ഇവിടെ മൊത്തം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ ചെയ്യുന്നതിൻ്റെ കൂട്ട് പോലെ പണ്ട് 1800-ഉം 1700-ഉം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്പാനിഷ് ചാപ്പൽ എന്ന് പറഞ്ഞ സംഭവം കണ്ടോ, അത് ഫുള്ള് മൊത്തം ഡ്രോയ കാര്യങ്ങൾ. അവിടെയാണ് കുർബാന ചെയ്യുന്നത്. മുകളിൽ കണ്ടോ, ഫുള്ള് പിക്ചറാണ്. നമ്മുടെ ബൈബിളിലെ ഓരോ യേശുക്രിസ്തു കുരിശുമായിട്ട് പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ സാന്താ മറിയ എന്ന ബസിലിക്കയിലാണ് വന്നിരിക്കുന്നത്. അതിമനോഹരമായ ഒരു പള്ളി. എന്നാ വലിയ പള്ളിയാണെന്നറിയാം. ആണ് മനോഹരമായ പള്ളി. നമുക്ക് കയറാൻ പറ്റും, ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. ചിലതിനകത്തൊന്നും നമുക്ക് വീഡിയോ അലോഡല്ല, അതാണ് ഒന്നാമതൊരു പ്രശ്നം. ഫ്ലോറൻസിൻ്റെ അതിമനോഹരമായ ഒരു ഔട്ട്സ്കേർട്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ആ ഫ്ലോറൻസ് അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് മൈക്കലാഞ്ചലോയുടെ ആ ഫേമസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാച്യു. ഇത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പോകുന്നതാണ്. ഇതൊരു കുന്നാണ്, ചെറിയൊരു മൗണ്ടൻ ഏരിയയാണ്. ആ മൗണ്ടൻ ഏരിയയിൽ മേളിൽ നമ്മൾ വന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയായിരുന്നു. അതാണ് നമ്മുടെ ബസിലിക്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് അവിടെ പോയായിരുന്നു, കത്തീഡ്രലിൽ പോയായിരുന്നു. ഇതെല്ലാം അടുത്തടുത്താണ്, എല്ലാം ഒരു 15-20 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സിറ്റി. ഫ്ലോറൻസ് സിറ്റി ഇതാണ്.
ഇപ്പോൾ നമ്മൾ പാതുവ എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ആ സിറ്റിയിലെ സെൻറ്റ് ആൻ്റണീസ്, എല്ലാവർക്കും അറിയാവുന്നതാണ് സെൻറ്റ് ആൻ്റണീസ് എന്ന് പറഞ്ഞ ആ ഒരു വിശുദ്ധനെ കുറിച്ച്. അപ്പം പ്രത്യേകിച്ച് കാത്തലിക്കുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് സെൻറ്റ് ആൻ്റണീസ്. അപ്പോൾ ആ ചർച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചർച്ചിൻ്റെ ചെറിയൊരു വീഡിയോ നമുക്ക് ഇടാം എങ്ങനെയൊക്കെയാണെന്ന്. ഇവിടുന്ന് ഞങ്ങൾ ജസ്റ്റ് അകത്ത് കയറുന്നതിന് ഇവിടെ നമുക്ക് മെഴുകുതിരി മേടിക്കാനൊക്കെ ഒരു ഓപ്ഷൻസൊക്കെ ഉണ്ട്, ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെഴുകുതിരിയൊക്കെ മേടിച്ച് നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ ആ സെൻറ്റ് ആൻഡ്രീസ് എന്ന് പറഞ്ഞ ആ ഒരു ബസലിക്കയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ. ഇതാണ് ബസലിക്ക. ഇവിടുത്തെ പള്ളികളൊക്കെ ഒരു അന്യായ വലുപ്പമാണേ. ഞാനത് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ അത്ര ആൾക്കാരില്ല, പക്ഷേ ഒരു വിശുദ്ധൻ്റെ ഒരു കബറിടം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമല്ല. അപ്പം ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ആക്ച്വലി, ഇത് ഹോളി പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിനകത്ത് കയറാം. അകത്ത് കയറണമെങ്കിൽ നമ്മൾ പൈസയൊക്കെ അടയ്ക്കണം. ബസിലിക്ക ഡി സാന്റ ആൻ്റോണിയോ, സെയിൻറ്റ് ആൻ്റോണിയോ, സാൻറ്റ് ആൻ്റോണിയോ, അത് കണ്ട. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. അറിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ. വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. എന്നാലും പയ്യെ എടുത്ത് തരാം, നോക്കട്ടെ, പറ്റും നോക്കട്ടെ. ഇതാണ് പള്ളിയുടെ അകം. ഇതാണ്. ഞാനിവിടെ സൗണ്ട് എടുക്കുന്നില്ല, സൗണ്ട് എടുക്കാത്ത രീതിയിലെടുക്കാം. സെൻറ്റ് ആൻഡ്രീസിൻ്റെ കബറിടം എവിടെയാണ്? അപ്പോൾ അങ്ങോട്ട് പോകാം. ടോംബ് ഓഫ് സെൻറ്റ് ആൻ്റോണിയോ.
സോറി. അപ്പോൾ നമ്മൾ പാതുവല സെൻറ്റ് ആനീസിൻ്റെ കബറിടവും അതുപോലെ തന്നെ അതിൻ്റെ ചർച്ചും കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരം ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു വീഡിയോ ആക്കി ഇടുകയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.